നെപ്റ്റിസ് ഹൈലാസ് എന്ന് പറഞ്ഞ കോമൺ സെയിലർ ബട്ടർഫ്ലൈ ആണ് ഇതെന്ന് തോന്നുന്നു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. നെപ്റ്റിസ് കോളിയുമെല്ല എന്ന് പറഞ്ഞ ഷോർട്ട് ബാൻഡഡ് സെയിലർ ബട്ടർഫ്ലൈയും നെപ്റ്റിസ് സാഫോ എന്ന് പറഞ്ഞ കോമൺ ഗ്ലൈഡർ അല്ലെങ്കിൽ പല്ലാസ് സെയിലർ ബട്ടർഫ്ലൈയും വളരെ സെയിം ആണ്. ഇതിനെ മൂന്നിനെയും തമ്മിൽ തിരിച്ചറിയാന്ന് പറഞ്ഞത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്. അതുകൊണ്ട് കേരളത്തിൽ ഇതിനെ മൂന്നിനെയും കണ്ടുവരുന്നെങ്കിലും നെപ്റ്റിസ് ഹൈലാസ് അല്ലെങ്കിൽ കോമൺ സെയിലർ ബട്ടർഫ്ലൈ ആണ് കേരളത്തിൽ കൂടുതലും പിന്നെ കോമൺ ആയിട്ടും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത് കോമൺ സെയിലർ ബട്ടർഫ്ലൈ ആണെന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്തത്. ഈ മൂന്നും നിംഫാലിഡേ ഫാമിലിയിൽപ്പെട്ട നെപ്റ്റിസ് ജനസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ സെയിം ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ കോമൺ സെയിലർ ബട്ടർഫ്ലൈ ഒരു ഇംഗ്ലീഷ് കോമൺ നെയിമാണ്. അത് കൂടാതെ ചരബാത്താസി എന്ന് പറഞ്ഞ് ബംഗാളിയിൽ വിളിക്കുന്നുണ്ട്, ഇന്ത്യൻ കോമൺ സെയിലർ എന്ന് പറയുന്നുണ്ട്, ആൻഡമാൻ കോമൺ സെയിലർ എന്ന് പറയുന്നുണ്ട്, കാർ നിക്കോബാർ കോമൺ സെയിലർ എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നേറ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അതായത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മിയാൻമാർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ചൈന, തൈവാൻ, പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്. ഇതിനെ കണ്ടുവരുന്നത് കാടുകളിൽ, സ്ക്രബ് ലാൻഡ്സിൽ, പിന്നെ ഗ്രാസ് ലാൻഡ്സിൽ, അഗ്രികൾച്ചർ ലാൻഡ്സിൽ, പിന്നെ അർബൻ ഗാർഡൻസിൽ എന്ന് വെച്ചാൽ സിറ്റിയിലുള്ള ഒരുവിധമുള്ള പൂന്തോട്ടങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണെങ്കിൽ എല്ലാ ബട്ടർഫ്ലൈയും പോലെ തന്നെ ഇതൊരു നല്ല പോളിനേറ്റർ ആണ്. ഇത് ഫീഡ് ചെയ്യുന്നത് തേനാണ്. ഇതിൻ്റെ ലാവേഴ്സും അതായത് കാറ്റർപില്ലേഴ്സ് സാധാരണ ബട്ടർഫ്ലൈസിൻ്റെ കാറ്റർപില്ലേഴ്സ് പോലെ തന്നെ ഹോസ് പ്ലാന്റ്സിൻ്റെ ഇലയൊക്കെ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഇത് ലീഗലി പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല, വളരെ സ്റ്റേബിൾ ആണ്. പിന്നെ ലീസ്റ്റ് കൺസേൺഡ് ആണ് IUCN സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ. ഇതിൻ്റെ കാറ്റർപില്ലേഴ്സ് ഫീഡ് ചെയ്യുന്നത് അതായത് ഇത് മുട്ടയൊക്കെ ഇടുന്ന ഹോസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലപ്പഗോണിയം മ്യൂക്കനോയിഡ്സ്, എനവാലിയ കഥാറ്റിക്ക, ഏഷ്യനോമിൻ അമേരിക്കാന, സെന്ന അലാട്ട, കാർപ്പസ് ടെട്രാഗോണലോബസ്. ഇത് കുറച്ച് ചെടികളുടെ സയന്റിഫിക് നെയിംസ് ആണ്. ഇത് കൂടാതെ വേറെയും കാണും. ഇതിൻ്റെ അഡൽട്സ് ആണെങ്കിൽ സാധാരണ പൂമ്പാറ്റകളെ പോലെ തന്നെ ഫീഡ് ചെയ്യുന്നത് തേനാണ്. പിന്നെ ഇത് സ്പെഷ്യലായിട്ടും ഈ പഴുത്ത് ചെയ്യാറായ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഇത് ഫീഡ് ചെയ്യും. ഈ ഫ്രൂട്ട്സ് ഒക്കെ പൊട്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണാം. പിന്നെ ഇത് മരത്തിൻ്റെ സാപ്പൊക്കെ ഫീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഏത് മരത്തിൻ്റെ അത് ഏത് ടൈപ്പ് ഓഫ് സാപ്പാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു ലിവിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സണ്ണി സെമി ഓപ്പൺ ഹാബിറ്റാറ്റ്സിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ഒരു ഗാർഡൻസ് അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ തന്നെ. ഇത് കൂടുതൽ ആക്റ്റീവായിട്ട് കണ്ടുവരുന്നത് രാവിലെയും വൈകുന്നേരം ഒക്കെയാണ്. ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ മറ്റ് ബട്ടർഫ്ലൈസിൻ്റെ സിമിലർ തന്നെയാണ്. ആദ്യത്തെ എഗ് സ്റ്റേജ്, പിന്നെ ലാവ സ്റ്റേജ്, പിന്നെ പ്യൂപ്പ സ്റ്റേജ്, പിന്നെ അഡൽട്ട് സ്റ്റേജ്. ഇതിൻ്റെ ലാവ എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഗ്രീൻ ടു ബ്രൗൺ കളേർഡ് ആണ്. ഇതിൻ്റെ പ്യൂപ്പ ഇരിക്കുന്നത് ബേസിക്കായിട്ട് കോണിച്ചിട്ട് ഒരു പെയിൽ ബ്രൗണിഷ് കളറിൽ ഗോൾഡൻ സ്പോട്ട്സ് ഒക്കെ ആയിട്ട്. അഡൽട്സ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ഗ്ലൈഡ് ചെയ്താണ് പറക്കുന്നത്. പിന്നെ നല്ല വൈറ്റ് ബാൻഡ്സ് ഉണ്ട്, നല്ല ബ്ലാക്കിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗണിൽ വൈറ്റ് ബാൻഡ്സ് ഒക്കെ ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇറാറ്റിക് ഗ്ലൈഡിങ് ഫ്ലൈറ്റ്സ് ആണ് ഇതിനുള്ളത്. ഭയങ്കര സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ്. പിന്നെ ക്യാമഫ്ലേജിങ് ആണ്, അതായത് ഒരു കരിയിലമാരിയൊക്കെ തോന്നും. ഇതിൻ്റെ ഒരു സബ് സ്പീഷീസും ഇതിൻ്റെ തന്നെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഒരു 20ഓളം സബ് സ്പീഷീസ് തന്നെ ഉണ്ട്. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരാം. അപ്പോൾ സൗത്ത് ഏഷ്യൻ കൾച്ചേഴ്സിൽ ഇത് ഗ്രേസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ സിംബിളൈസ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ഇതിൻ്റെ കറുപ്പിലുള്ള ആ ഒരു വൈറ്റ് ബാൻഡിങ്, ആ ഒരു സ്പെഷ്യൽ വൈറ്റ് ബാൻഡിങ് ഒക്കെ കാരണം തന്നെ ബംഗാളിലും കേരളത്തിലൊക്കെ ഒരുപാട് ഫോൾക്ക് ആർട്സിലും പിന്നെ പോയട്രിയിലൊക്കെ തന്നെ ഇത് വരുന്നുണ്ട്. ഈ നെപ്റ്റിസ് ഹൈലാസ് എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ ഗാർഡൻസിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഓസ്പീഷ്യസ് സിമ്പിളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് എന്തോ നല്ലത് വരാൻ പോകുന്നു എന്ന്. ഇനിയിപ്പോൾ 20ഓളം ഇതിന് സബ് സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് കുറച്ചെണ്ണത്തിന് നമുക്ക് നോക്കാം. അപ്പം നെപ്റ്റിസ് ഹൈലസ് വാർമോണ ആണ് ഒരെണ്ണം. അത് ഇന്ത്യൻ മെയിൻലാൻഡ്സിൽ കാണുന്നതാണ്. നെപ്റ്റിസ് ഹൈലസ് ആൻഡമാന ഒബ്വിയസ്ലി ആൻഡമാൻ ഐലൻഡ്സിൽ കാണുന്നതാണ്. നെപ്റ്റിസ് ഹൈലസ് നിക്കോബാറിക്ക അത് നിക്കോബാർ ഐലൻഡ്സിൽ കാണുന്നതാണ്. ഇത് മൂന്നുമാണ് ഒരു സെറ്റ് ഓഫ് വെറൈറ്റീസ്. അപ്പോൾ ഇത് നെപ്റ്റിസ് ഹൈലാണെങ്കിൽ ഇതൊരു വാർമോണ സബ് സ്പീഷീസ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു 3 സ്പീഷീസ് ഭയങ്കര സിമിലർ ആണെന്ന് നേരത്തെ തുടക്കം തന്നെ പറഞ്ഞായിരുന്നല്ലോ. നെപ്റ്റിസ് സാഫോ, നെപ്റ്റിസ് ഹൈലസ്, നെപ്റ്റിസ് കോളിമെല്ല. അത് തമ്മിൽ എങ്ങനെയാണൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊന്ന് നോക്കാം. ഒന്ന് വിങ് പാറ്റേൺ ആണ്, അത് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹാബിറ്റാറ്റ് നോക്കുകയാണെങ്കിൽ നെപ്റ്റിസ് ഹൈലാസ് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇഷ്ടം മാതിരി ഉള്ളതാണ്. ഫോറസ്റ്റ് ഗാർഡൻസിലും സ്ക്രബ് ലാൻഡ്സിലും ഒക്കെ തന്നെ ഉണ്ട്. നെപ്റ്റിസ് കോളിമെല്ല ആണെങ്കിലും ഇന്ത്യയിലും ഭൂട്ടാനിലും മിയാൻമാറിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പ്രിഫേഴ്സ് എവർഗ്രീൻ ഫോറസ്റ്റും റിവർ ബാങ്ക്സ് ഒക്കെയാണ് പ്രിഫർ ചെയ്തേക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് അതും ആവാം. നെപ്റ്റിസ് സാഫോ ടെമ്പറേറ്റ് സോൺസിലാണുള്ളത്, അതായത് ഈസ്റ്റ് ഏഷ്യ. എന്നാലും ഇത് കേരളത്തിൽ നെപ്റ്റിസ് സാഫോയിനെയും കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇത് അതാവാനുള്ളൊരു സാധ്യത കുറവാണ്. ഇനി അടുത്തതായിട്ടൊരു ബിഹേവിയറൽ ട്രെയ്റ്റ്സ് എടുക്കാം. അത് ഫ്ലൈറ്റ് സ്റ്റൈൽ ആദ്യം തന്നെ എടുക്കാം. ഹൈലാസിൻ്റെ ഒരു ഫ്ലൈറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ് ഗ്ലൈഡിങ് വിത്ത് ഷാലോ വിങ് ബീറ്റ്സ് ആണ്. ഇതിനും അതുപോലൊക്കെ തന്നെയാണ്.
കൊല്ലിമലയിലെ ആണെങ്കിൽ സ്മൂത്ത് സ്ലൈറ്റ്ലി ഇറാറ്റിക് ഗ്ലൈഡിംഗ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കുറച്ച് ഇറാറ്റിക് ഗ്ലൈഡിംഗ് ആണ് കാണിക്കുന്നത്. സാഫോയ ആണെങ്കിൽ ഗ്രേസ്ഫുൾ സ്ലോവർ ഗ്ലൈഡിംഗ് വിത്ത് ലോങ്ങർ ഇന്റർവെൽസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അതായിരിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ ഹൈലാസ് രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ഒക്കെ തന്നെ നല്ല ആക്റ്റീവ് ആയിരിക്കും. കോളിമല കൂടുതലായിട്ടും ഷെയ്ഡഡ് ഫോറസ്റ്റ് എഡ്ജസിലൊക്കെയാണ് കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇതായിരിക്കാൻ വഴിയില്ല. സാഫോ ആണെങ്കിൽ വെയിലൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇലകളിലൊക്കെ വന്നിരിക്കുന്നത് കാണാം. ഇതിനും അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഹൈലാസ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഈ ബട്ടർഫ്ലൈനെ മനസ്സിലായി എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.